ഞാൻ ജലജ രതീഷ്, കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇന്ത്യ മുഴുവൻ ഇപ്പം നമ്മുടെ ലോറിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്കൊക്കെ എൻ്റെ കൂടെ രണ്ടുപേരും കൂടെ വരാറുണ്ട്. അപ്പം ഒരാൾ മോള്, അടുത്തയാൾ എൻ്റെ അനിയത്തി. അപ്പം ഞങ്ങൾ 3 പേരും ഹെവി ലേഡി ഡ്രൈവർമാരാണ്. ലോറി ഓടിക്കാമെങ്കിൽ ഇന്ത്യ മുഴുവനും യാത്ര ചെയ്യാം എന്ന ഭർത്താവിന്റെ വാക്കുകളായിരുന്നു ജലജയ്ക്ക് പ്രചോദനം. എനിക്ക് ചെറുപ്പം തൊട്ടേ യാത്രയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സ്ഥലങ്ങൾ കാണാനുള്ള ഒരു ആഗ്രഹമാണ് ശരിക്കും എന്നെ ഈ ലോറി ലൈഫിലേക്ക് എത്തിച്ചത്. ഞാനൊരു 10 വർഷം ആയതേ ഉള്ളൂ ലൈസൻസേ എടുത്തിട്ട്. പിന്നെ അത് കഴിഞ്ഞ് 2018 ഹെവി ലൈസൻസ് എടുക്കുന്നത്. പിന്നെ ചേട്ടായൊക്കെ ഇങ്ങനെ ലോറി ബിസിനസ്സാണ്, വർഷങ്ങളായിട്ട് ഇങ്ങനെ ലോറിയിൽ പോകാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവരെപ്പോഴും പോകുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് എനിക്ക് ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വരണമെന്ന് പറയാറുണ്ട് കൂടെ. അപ്പോൾ ഇവരെ ഇടയ്ക്ക് 2-3 ട്രിപ്പ് കാശ്മീരൊക്കെ പോയി. അപ്പം കാശ്മീർ കാണണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെയും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ലോറി ഓടിക്കാമെങ്കിൽ ഇതിനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ലോഡ് എടുത്ത് കാശ്മീരിന് പോകുന്നത്. ഞാനും ചേട്ടായും പിന്നെ എൻ്റെ ഒരു കസിൻ ബ്രദറുണ്ട്. ഞങ്ങൾ 3 പേരും ഇവിടെ പോയത്. അതൊരു അടിപൊളി ട്രിപ്പ് തന്നെയായിരുന്നു. എന്നു വെച്ചാൽ ആദ്യത്തെ ഞാൻ കേരളത്തിന് വെളിയിലോട്ട് പറഞ്ഞാൽ മഹാരാഷ്ട്ര വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഓരോ സ്ഥലങ്ങളും കാണാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം, ഇൻട്രസ്റ്റും ആയിരുന്നു. അപ്പം അതൊരു അടിപൊളി ട്രിപ്പായിരുന്നു. കാശ്മീരൊക്കെ എനിക്ക് ഒരിക്കലും ആ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റത്തില്ല. വീട്ടമ്മ ലോറിയിൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്യുന്നത് കണ്ടാണ് മകൾ ദേവികയും സഹോദരി സൂര്യയും ലൈസൻസ് സ്വന്തമാക്കുന്നത്. ഫസ്റ്റ് ട്രിപ്പ് എൻ്റെ ലക്നൗ ആണ്. അത് വെക്കേഷൻ ടൈമിലാണ് ഞങ്ങൾ പോയത്. അത് 2 വണ്ടിയിലായിട്ടാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വണ്ടിയിലും സൂര്യയൊക്കെ വേറൊരു വണ്ടിയിലും രാജേഷും കൂടെ ഞങ്ങൾ അങ്ങനെ പോയത്. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ ഒരു 3-4 വണ്ടിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നല്ല ജോളിയായിട്ട് ഇടിച്ചു വിളിച്ചു. ആ ഒറ്റ ട്രിപ്പിൽ ഞാൻ 8 സംസ്ഥാനങ്ങൾ പോയി കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കുഞ്ഞുമോളുള്ളതുകൊണ്ട് ഒരു ടെൻഷൻ. പക്ഷെ അത് ലോറിയെ കയറി നമുക്ക് റെസ്റ്റ് കിടക്കാനും എല്ലാത്തിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് പിള്ളേർ ഒട്ടും മടുത്തില്ല. അവർക്ക് കിടന്നുറങ്ങാനും എല്ലാത്തിനും 3 പേർക്ക് കിടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നമ്മൾ കാറിൽ ഇരുന്ന് പോകുന്ന പറയുമ്പം ഒരു കുഴിയിൽ ഇരുന്ന് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് നമുക്ക്. പക്ഷെ നമ്മൾ ലോറിയിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പൊക്കത്തിലായിരിക്കും, നമുക്ക് വ്യൂ നല്ലപോലെ കാണാം, ദൂരേക്കുള്ള വ്യൂ കാണാം. പിന്നെ ലോറി എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സ്പീഡിലേ നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാം. എവിടെ ചെന്നാലും ഇപ്പോൾ ആൾക്കാർ തിരിച്ചറിയും. അപ്പോൾ എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ടാണ്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും ഒക്കെ, ചെറിയ കുട്ടികൾ വരെ, പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ലോറിയോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പം എല്ലാവർക്കും നല്ല ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും. അതുമല്ല, ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരുന്ന ആൾക്കാർ വരെ ഈ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയി ഓടിക്കാത്ത പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് എന്നെ വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ഒരു 18 വർഷമായിട്ട് ലൈസൻസ് എടുത്തിട്ട് ഓടിക്കാതിരുന്ന ഒരു ചേച്ചിയുണ്ട്. ഇപ്പോൾ ചേച്ചി ഇപ്പോൾ കാർ ഓടിക്കാൻ തുടങ്ങി. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു HM എന്നെ വിളിച്ചു, റിട്ടയർ ആയതാണ്. അപ്പോൾ HM 20 വർഷമായി ലൈസൻസ് എടുത്തിട്ട് ഓടിക്കലായിരുന്നു. ഇപ്പോൾ HM ഓടിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്നോട് ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞ ദിവസം. കോളേജിൽ ആദ്യം ഞാൻ ഇങ്ങനെ ആരുടെ അടുത്തും അങ്ങനെ ആദ്യം പറഞ്ഞില്ലായിരുന്നു. ലൈസൻസ് എടുത്തായിരുന്നു കുറച്ച് പേർക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എനിക്ക് പൊതുവേ അത് ഈ ക്യാമറ ഭയങ്കര ഷൈ ആയിട്ടുള്ള ടൈപ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആരോടും മിണ്ടാണ്ടിരുന്നിട്ട് എല്ലാവരും വന്നപ്പോൾ പിന്നെ എല്ലാവരും വന്ന് ചോദിക്കാനൊക്കെ തുടങ്ങി. പിന്നെ കുറേ പേരുണ്ട് അമ്മ വണ്ടിയിൽ പോകുന്നതല്ലേ, ഞാൻ കാണാറുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ ഈ ഭയങ്കരമായിട്ട് സന്തോഷമായി സംഭവം. പിന്നെ കുറച്ചുകൂടെ നമ്മുടെ ആ ക്യാമറ ഫേസ് ചെയ്യാനുള്ള ആ ഒരു പേടി അതൊക്കെ അവരെ കുറേ മാറി. എനിക്ക് ആദ്യം ആൾക്കാർ അറിയുന്നെങ്കിൽ ഭയങ്കര ടെൻഷനായി, പേടിയായിരുന്നു. ജസ്റ്റ് സ്റ്റേജ് ഫിയർ ഉള്ളൊരു കൂട്ടത്തിലായിരുന്നു. പിന്നെ അതൊക്കെ എങ്ങനെ അങ്ങ് മാറി. പിന്നെ എനിക്കിപ്പോൾ 20 വയസ്സായപ്പോഴേ എന്നെ ഇപ്പം വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒന്നുമല്ല പറഞ്ഞത്, ലൈസൻസിന് കൊടുക്കാമെന്ന് പറഞ്ഞത്. എനിക്ക് 20 1 മാസം കഴിഞ്ഞു, 2 മാസം കറക്റ്റ് 2 മാസത്തെ ടൈമിൽ ലൈസൻസ് കിട്ടി. അതായിരുന്നു കാര്യം.